1948 8 വർഷത്തെ ബാഖിയാത്തിലെ തന്റെ ജോലിയും പൂർത്തീകരിച്ച് ഒരു നിയോഗമെന്നോണം ഷെയ്ഖുന ശംസുൽ ഉലമയ്ക്ക് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. അതിന്റെ കാരണം എന്തെന്നല്ലേ? പണ്ഡിതർ രൂപം കൊടുത്ത ആധ്യാത്മിക സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കേരളത്തിലെ പണ്ഡിത ഐക്യത്തെയും ഭദ്രതയെയും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുബുദ്ധികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ശംസുൽ ഉലമ നൽകിയത്. ആധ്യാത്മികതയെ ചൂഷണം ചെയ്തുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട തുരീക്കത്ത് പ്രസ്ഥാനങ്ങൾ, കേരളത്തിന്റെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ പുരോഗമനവാദികൾ, അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി, പണ്ഡിത പ്രതിഭയായി ശൈഖുന ശംസുൽ ഉലമ ഈ ഉമ്മത്തിനെ നയിക്കുകയായിരുന്നു. ആ മഹാപണ്ഡിതന്റെ പിന്നിലാണ് പിന്നീട് കേരളത്തിലെ മുസ്ലിം ജനത അണിനിരന്നത്. 1951 ശംസുൽ ഉലമ മുഷാവറ മെമ്പറായി. 1956 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ കാര്യദർശിയായി ശൈഖുന ശംസുൽ ഉലമ അവരോധിതനായി. ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും കേരളത്തിന്റെ മുഖ്യമൂലകളിൽ നടക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്ന് ഇസ്ലാമിക സംസ്കാരത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് 44 കൊല്ലം ഒരു ഉമ്മത്തിന്റെ നെടുനായകത്വം ഏറ്റെടുത്തുകൊണ്ട് ശംസുൽ ഉലമ പഠിപ്പിക്കുകയായിരുന്നു. കേരളീയ മുസ്ലിം സമൂഹം ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശൈഖുന ശംസുൽ ഉലമയോട് മാത്രമാണ്. ഇവിടുത്തെ ഒരു മുസൽമാനും അത് നിഷേധിക്കില്ല. നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഓർമ്മകൾ ഓളം തള്ളുകയല്ലേ? മഞ്ചേരിയിലും എടവണ്ണയിലും മർക്കസുൽ ബിഷാറ 12 കുടുംബങ്ങളെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോയത്. മഞ്ചേരി പള്ളിയുടെ ഓരത്തും ചാരത്തും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു, ആരാണിതിന് മറുപടി പറയുക? ബൈബിളിലെ പരാമർശങ്ങൾക്ക് പള്ളിപ്പാതിരിമാർക്ക് മറുപടി കൊടുക്കാൻ ആരുണ്ട് അതിന് യോഗ്യനായ ഒരു പണ്ഡിതൻ? ഉത്തരം തേടിയവരുടെ മനസ്സിലും ഉത്തരം തേടിയവരുടെ ചുണ്ടിലും ഒരേ ഒരു നാമമാണ് ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ആരാണത് നിഷേധിക്കുക? 12 കുടുംബങ്ങളെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനല്ല, മറിച്ച് ഇനി ഒരു കുടുംബം പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേക്കേറരുതെന്ന് പറയാൻ, അത് സ്ഥാപിക്കാൻ ശംസുൽ ഉലമയ്ക്ക് മാത്രമേ സാധിക്കൂ. ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുയർത്തിക്കാട്ടിയത് ബൈബിളാണ്. ആ ബൈബിളിലെ പരാമർശങ്ങൾ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്നതാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ ശംസുൽ ഉലമയോട് ചോദിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല, ഏത് ഭാഷയിലും സംസാരിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് വെല്ലുവിളി സ്വീകരിച്ചു. യാഥാസ്ഥികരെന്ന് ഇവിടത്തെ പുരോഗമനവാദികൾ വിലയിരുത്തിയ പണ്ഡിത വരേണ്യ സഭയുടെ നായകൻ ശംസുൽ ഉലമ തന്റെ കയ്യിലെ ഗ്രന്ഥമെടുത്ത് പള്ളിപ്പാതിരിമാരെ വെല്ലുവിളിച്ച് ശംസുൽ ഉലമ ചോദിച്ചു, ഇതേതാണ് ഗ്രന്ഥം? ഇതേതാണ് ഗ്രന്ഥം എന്നൊന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത്ഭുതസ്തബ്ധനായി നിന്നു. ശൈഖുന ശംസുൽ ഉലമയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ഗ്രന്ഥം ദർശിച്ചിട്ട് പോലുമില്ല. ശൈഖുന മറുപടി കൊടുത്തു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഗ്രന്ഥമായ ഇൻജീലാണിത്. ഇത് പരിവർത്തനം നടത്തിയാണ് നിങ്ങൾ ബൈബിൾ സൃഷ്ടിച്ചത്. ഇതിലെ ഭാഷ സുറിയാനിയാണ്. ഈ ഭാഷയിൽ സംസാരിക്കാനാണ്
EK അബൂബക്കർ മുസ്ലിയാർ ഈ വേദിയിൽ കയറിയിരിക്കുന്നത്. ആർജവത്വമുള്ള ഏതെങ്കിലും ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് EK അബൂബക്കർ മുസ്ലിയാർക്ക് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളോട് പറയാനുള്ളത്. സഹോദരന്മാരെ, ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഒരു ക്രൈസ്തവ പണ്ഡിതനും റോമിലോ വത്തിക്കാനിലോ ഇല്ല. മറുപടി കിട്ടിയത് ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ഇനി മലപ്പുറം ജില്ലയിലെന്നല്ല കേരളത്തിൽ തന്നെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം വേണ്ട. അതാണ് ശൈഖുന ശംസുൽ ഉലമ. കാലഘട്ടത്തിന്റെ കൗമാരവദനത്തിൽ കാഞ്ചന കീർത്തിമുദ്ര ചാർത്തിയ ലോകം വാഴ്ത്തിയ പണ്ഡിത സൂര്യൻ. വെറുതെയല്ലല്ലോ ശംസുൽ ഉലമയെ അങ്ങനെ ലോകം വിളിച്ചത്. ആ ശംസുൽ ഉലമയ്ക്ക് വഴിപിഴച്ചു എന്നാണല്ലോ ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചത്. ആ ശംസുൽ ഉലമയ്ക്ക് തെറ്റുപറ്റിയെന്നാണല്ലോ അവരുടെ ശിഷ്യഗണങ്ങൾ പോലും പറഞ്ഞു പരത്തിയത്. എന്തേ ശംസുൽ ഉലമ ചെയ്ത തെറ്റ്? 44 കൊല്ലം ഈ ഉമ്മത്തിന് മാർഗദർശനത്തിന്റെ വെളിച്ചം നൽകി ശംസുൽ ഉലമ വഴി നടത്തുമ്പോഴും ഒരു നിമിഷം പോലും താൻ ഭൗതികതയ്ക്കടിമപ്പെടണമെന്ന് ശംസുൽ ഉലമ തീരുമാനിച്ചിട്ടില്ല. ഇത് ആധ്യാത്മിക പ്രസ്ഥാനമാണ്. ഇതിന്റെ അമരനായകനായി എന്നും തനിക്ക് വിരാജിക്കണമെന്ന് ശംസുൽ ഉലമ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. ആ മഹാനുഭാവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് സമസ്ത എന്ന മഹാപ്രസ്ഥാനം അതൊരു വടവൃക്ഷമായി വളരണമെന്നാണ്. ആ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിച്ചവരാണ് ശൈഖുന ശംസുൽ ഉലമയ്ക്ക് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന സമ്മാനിച്ചത്. ആ വേദന ശംസുൽ ഉലമ മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് പോലും മറക്കില്ല. ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യവുമല്ല. 1988 നവംബർ 19 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടിയങ്ങരയിലുള്ള ഈ ഓഫീസിലേക്ക് അന്ന് ജനം ഒഴുകിയെത്തി. കാരണമറിയാൻ ചരിത്രാന്വേഷികൾക്ക് താല്പര്യമുണ്ടാകും. ആരാണ് സമസ്തയെ പിളർത്തിയത്? ആരാണ് സമസ്തയെ തകർത്തത്? ജനമൊഴുകിയത് മറ്റൊന്നിനും വേണ്ടിയല്ല. സുന്നികൾ തന്നെ 2 ചേരികളായി എറണാകുളത്ത് വെച്ച് സുന്നി സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോ ആ 2 സമ്മേളനങ്ങളും വേണ്ട. ആ 2 സമ്മേളനങ്ങളും സമുദായത്തിന്റെ ഐക്യഭദ്രതയ്ക്ക് കോട്ടമാണ്. അതുകൊണ്ട് ആ 2 സമ്മേളനങ്ങളും നിർത്തിവെക്കണമെന്ന് ആ 2 സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികളോടും പറയാൻ വേണ്ടി ശൈഖുന ശംസുൽ ഉലമയും സമസ്തയുടെ സമുന്നതരായ നേതാക്കളും ഇടിയങ്ങരയിലെ ഈ ഓഫീസിലേക്കാണ് വന്നത്. ജനം തമ്പടിച്ചു നിൽക്കുന്നു. ആളുകൾ മുഴുവൻ കാതുകൂർപ്പിച്ചിരിക്കുന്നത് ശൈഖുന ശംസുൽ ഉലമയുടെ വാക്കുകൾക്ക് വേണ്ടിയാണ്. ഒരു മുട്ടുസൂചി വീണാൽ പോലും അതിന്റെ ശബ്ദം കേൾക്കാം. അത്രമാത്രം മൗനം അവിടെ വാചാലമാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ആ യോഗത്തിന്റെ പ്രാധാന്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭ അത് സമസ്ത മാത്രമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കുന്ന തളർത്തുന്ന ഒരു ശ്രമവും ആരിൽ നിന്നും വേണ്ട. സുന്നികൾ ചേരിതിരിഞ്ഞുകൊണ്ട് എറണാകുളത്ത് നടത്താനിരിക്കുന്ന 2 സമ്മേളനങ്ങളും മാറ്റിവെച്ച് ഒരേയൊരു സമ്മേളനം മാത്രം, അതും സുന്നി സമ്മേളനം എന്ന പേരിൽ നടത്തണമെന്ന് ആഹ്വാനമങ്ങ് നടത്തേണ്ട താമസം താൻ പഠിപ്പിച്ചു വിട്ട ശിഷ്യഗണങ്ങൾ തന്നെ ഗരാവോ ചെയ്യാനും തന്നെ തെറിവിളിക്കാനും മുന്നോട്ട് വന്നപ്പോ ആ മനസ്സിന് വല്ലാത്ത വേദനയായി.
കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സമാനതകളില്ലാത്ത ചരിത്രമാണത്. സമസ്തയുടെ ചരിത്രത്തിലെ കരിദിനമാണത്. ആ പണ്ഡിത സൂര്യനൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ രാജ്യത്തെ നിയമപാലകരെ വിളിക്കേണ്ടി വന്നു എന്ന ഗതികേട് സമസ്തയുടെ ചരിത്രത്തിലുണ്ടായെങ്കിൽ ആരാണ് ഈ സമൂഹത്തെ തകർത്തത്? ആരാണ് ഈ സമൂഹത്തിന്റെ അഖണ്ഡതക്ക് വിഘാതം സൃഷ്ടിച്ചത്? ഉത്തരം പറയേണ്ടത് സമൂഹമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച ആ മഹാപണ്ഡിതൻ ശൈഖുന ശംസുൽ ഉലമയെ തെറിവിളിച്ചവരെ ഇനി ഈ മുസ്ലിം ഉമ്മത്തിൽ വെച്ച് പൊറുപ്പിക്കരുതെന്ന് പറഞ്ഞ അഗ്രേസരായ പണ്ഡിതന്മാരുടെ തീരുമാനം. ചർച്ചകൾ നീണ്ടു. ഇനി അധികം വൈകാതെ ഈ ധിക്കാരികളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം. അതിനു വേണ്ടിയാണ് 1988 ഡിസംബർ 1 വ്യാഴാഴ്ച പണ്ഡിതന്മാർ മുഴുവനും കോഴിക്കോട്ടേക്ക് ഒരുമിച്ച് കൂടിയത്. കേൾക്കണ്ടേ? 1988 ഡിസംബർ 1 കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പണ്ഡിതന്മാർ പാതിരാവുകളിൽ, രാത്രിയുടെ യാമങ്ങളിൽ യാത്ര തുടങ്ങിയവരുണ്ട്. അവരൊക്കെ വരുന്നത് കോഴിക്കോട്ടേക്കാണ്. സമസ്ത മുഷാവറ, ശംസുൽ ഉലമയെ തെറി വിളിച്ചവർക്കെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാനുള്ള മുഷാവറ. സാത്വികരായ പണ്ഡിത മഹത്തുക്കൾ ഭൗതികതയുടെ ജാടകൾ എന്തെന്നവർക്കറിയില്ല. ഭൗതിക ലോകത്തെ കുതന്ത്രങ്ങൾ എന്തെന്നവർക്കറിയില്ല. ആ പണ്ഡിതർ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോഴാണ് ആ വാർത്ത കേട്ട് ഞെട്ടിയത്. കേരള നാട്ടിലെ പണ്ഡിതർ കേളി മികച്ചൊരു നായകർ കൽബ് തകർന്നൊരു നേരമായി കേട്ടു തരിച്ചവരാകെയും. സമസ്ത കേരളീയത്തുൽ ഉലമ ഇന്നേ വരെ ആരും അതിനെ തങ്ങളുടെ ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയാണ് ചില ആളുകൾ ഭൗതിക താല്പര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ട് മുഷാവറയ്ക്ക് വന്ന പണ്ഡിതരൊന്നടങ്കം ഞെട്ടിത്തരിച്ചു. പത്രത്തിലാണ് പലരും ആ വാർത്ത വായിച്ചറിഞ്ഞത്. സമസ്ത മുഷാവറയ്ക്ക് കോടതി സ്റ്റേ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ടാൽ ആരുടെ കൽബാണ് പതറാതിരിക്കുക? മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തങ്ങളുടെ വരുതിയിലേക്ക്, തങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിലേക്ക്, തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരണമെന്നാഗ്രഹിച്ച് ചില കുൽസിത ശക്തികൾ നടത്തിയ ഊർജസ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്ന് കേരളക്കര കണ്ടത്. ആരായിരുന്നു ആ കേസിലെ ഒന്നാം പ്രതി? കാലഘട്ടങ്ങളോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തെ നയിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് കോടതിയിലെ ഒന്നാമത്തെ പ്രതിയാണ്. എന്താ കണ്ണിയത്ത് ഉസ്താദ് ചെയ്ത തെറ്റ്? ഈ ഉമ്മത്തിന് വഴിവെളിച്ചം കൊടുത്തതോ? ആരാണ് രണ്ടാം പ്രതി? ശൈഖുന ശംസുൽ ഉലമ. എന്താ ശംസുൽ ഉലമ ചെയ്ത തെറ്റ്? ഈ ഉമ്മത്തിന് 44 കൊല്ലം ദീനീ നേതൃത്വം കൊടുത്തതാണോ? ഉത്തരം പറയേണ്ടത് സമസ്തക്കെതിരെ സമാന്തര സംഘടനകൾ കെട്ടിപ്പടുത്തവരാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ തന്റെ അവസാന നാളുകളിൽ പോലും താൻ ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിച്ചിട്ടില്ല. താൻ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തത് നേരായ മാർഗത്തിലാണ് എന്ന് തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മനോഹരമായ ഒരു മാർഗമാണ് കണ്ടെത്തിയത്. കോഴിക്കോട് നഗരത്തിലെ തലയെടുപ്പുള്ള ഈ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 612ാമത്തെ റൂമിൽ വെച്ചാണ് മഹാനായ അസ്ഹരി തങ്ങളോട്
ശൈഖുന ശംസുൽ ഉലമ മരണാസന്നനായി കിടക്കുമ്പോൾ വിതുമ്പിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞതിൻ്റെ പ്രിയപ്പെട്ട തങ്ങളെ, ഏറ്റവും ഒട്ടനവധി കറാമത്തുകളുടെ ഉടമയായ, ഒട്ടനവധി ത്വരീഖത്തുകളുടെ ശൈഖായ മഹാനായ ശംസുൽ ഉലമ അസ്ഹരി തങ്ങളെ അരികിലെത്തിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, എന്നും നിങ്ങളോട് പറയാറുള്ളത് പോലെ എൻ്റെ കൽബിൽ ഞാൻ ഒരുപാട് കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു മോഹമുണ്ട്. ഈ ഉമ്മത്തിൽ ഞാനൊരു നേതാവായി മണ്ണടിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ വഴിതെളിച്ചത് അസത്യത്തിലേക്കല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെയും സമസ്തയുടെയും ആലിമീങ്ങളുടെ ബാധ്യതയാണ്. രാത്രിയുടെ യാമങ്ങൾ ഒന്നൊന്നായി കടന്നു പോവുകയാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഒരുപാട് സമയം, ഒരുപാട് ദിവസം പലരും നിർബന്ധിച്ചപ്പോഴും ശംസുൽ ഉലമ പറഞ്ഞത്, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ മതി. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഫാത്തിമ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ തീവ്രമായ പരിചരണത്തിലാണ്. പുറത്തു പോകരുത്, ഡോക്ടർമാരുടെ കണിശമായ നിബന്ധനയാണത്. ചുറ്റും തന്റെ സഹപാഠികൾ, ചുറ്റും തന്റെ അനുചരരുണ്ട്, കൂട്ടുകുടുംബക്കാരും ശിഷ്യഗണങ്ങളുമുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ സദാ ധ്യാനനിരതനായി അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലും മുഴുകിയിരിക്കുകയാണ് ശൈഖുന ശംസുൽ ഉലമ. ആളുകളൊക്കെ ആ പൂമുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. കൗതുകവും കഥനവും നിറഞ്ഞ മനസ്സുമായാണ് ജനങ്ങൾ അവിടെ ഇരിക്കുന്നത്. എല്ലാം അവസാനിക്കാറായോ എന്ന് പലർക്കും തോന്നിത്തുടങ്ങിയ ദിവസം, പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ എരിഞ്ഞമരുമ്പോ ആ പണ്ഡിത സൂര്യനും എരിഞ്ഞമരുകയാണോ? തപിക്കുന്ന ഹൃദയത്തോടെ, തകരുന്ന മനസ്സോടെ, പ്രാർത്ഥനയിലും ദിക്റിലും ചുറ്റും കൂടി നിന്ന ആളുകളതാ നൊമ്പരത്തോടെ ആ മുഖത്തേക്ക് നോക്കി, ശംസുൽ ഉലമ, അങ്ങസ്തമിക്കരുത്. അങ്ങസ്തമിച്ചാൽ ഈ ഉമ്മത്തിന് ആരാണ് തണി? ഈ ഉമ്മത്തിന് ആരാണ് തുണ? അങ്ങസ്തമിക്കരുത്, അങ്ങസ്തമിക്കരുത്. പ്രാർത്ഥനാ നിർഭരമായ ആ അന്തരീക്ഷത്തിലതാ ശൈഖുന ശംസുൽ ഉലമ അള്ളാഹുവിന്റെ ദിക്റിലാണ്, അള്ളാഹുവിന്റെ ഫിക്റിലാണ്. ആ മഹാനുഭാവൻ ആ ഓർമ്മകളിൽ, പടച്ച തമ്പുരാന്റെ സ്മരണകളിൽ ആ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. രാത്രിയുടെ യാമങ്ങൾ ഒന്നൊന്നായി കടന്നു പോകും. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മുഴുകി എന്ന് മനസ്സിലാക്കിയപ്പോ ശൈഖുന ശംസുൽ ഉലമ മെല്ലെ തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അതുവരെ ക്ഷീണിച്ചവശനായി ആ കട്ടിൽ കിടന്നിരുന്ന ശൈഖുന മെല്ലെ അങ്ങ് എഴുന്നേറ്റ് വിളിച്ചു, കുട്ടി ഹസ്സ. ആ വിളി കേട്ട മാത്രയിൽ തന്റെ വന്ധ്യഗുരുവിന്റെ മുമ്പിൽ വന്ന് അരുമ ശിഷ്യനായ കുട്ടി ഹസൻ ദാരിമി ചോദിച്ചു, എന്താണ് ഉസ്താദ്, എന്താണ്? ആ ചോദ്യം കേട്ട മാത്രയിൽ വളരെ വിനയാന്വിതനായി ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, എനിക്കൊന്ന് സിയാറത്ത് ചെയ്യണം. എവിടെ? എവിടെ സിയാറത്ത് ചെയ്യാൻ? കണിശമായി, തീവ്രമായി അങ്ങയെ പരിചരിക്കണമെന്ന് പറഞ്ഞാണ് ഡോക്ടർമാർ പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ വന്യനായ ഉസ്താദ് എങ്ങോട്ടേക്കും പോകണ്ട, ഈ കട്ടിലിൽ തന്നെ ഒന്നടങ്ങിക്കിടക്കണം എന്ന് പറയാൻ കുട്ടി ഹസൻ ദാരിമിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആർജവത്വമുള്ള ശൈഖുന ശംസുൽ ഉലമയുടെ ആ ഫലമുള്ള വാക്കുകൾക്ക് മുമ്പിൽ മറുത്തൊന്നു പറയാൻ സാധ്യമല്ല. ശംസുൽ ഉലമ തെളിച്ച വഴിയെ കുട്ടി ഹസൻ ദാരിമിയും നടന്നു. നേരെ ആ വാഹനം ചെന്നു നിന്നത് അപ്പവാണിഭ നേർച്ച നടക്കുന്ന പ്രസിദ്ധമായ അലാവുദ്ദീൻ ഹിംസി എന്ന് പറയുന്ന പണ്ഡിത പ്രതിഭ മറപ്പെട്ട് കിടക്കുന്ന ഇടിയങ്ങര മഖാമിന്റെ മുമ്പിലാണ്.
ശൈഖുനാ ശംസുൽ ഉലമ പോകുന്നത് സിയാറത്തിന് വേണ്ടിയാണ്. തൊട്ടു പിന്നാലെ കുട്ടി ഹസൻ ധാരിവിയും ചെന്നു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആ കൈകൾ അങ്ങോട്ട് നീട്ടിയിട്ട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഇങ്ങോട്ട് വരല്ല. മഹാനായ അലാവുദ്ദീൻ ഖംസിയുടെ മക്കാമിലേക്ക് അങ്ങോട്ട് കയറി. ദീർഘനേരം ശൈഖുനാ ശംസുൽ ഉലമ തന്റെ കരങ്ങൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, ആ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ വലിയനോട് എന്തൊക്കെയോ ശൈഖുനാ ശംസുൽ ഉലമ സംസാരിക്കുന്നതായി ഉസ്താദ് കുട്ടി ഹസൻ ദാരിമി കേൾക്കുകയാണ്. ആ സംഭാഷണം എന്തെന്നറിയാൻ അതിയായ താല്പര്യമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന രംഗം കൗതുകത്തോടെ കണ്ടു നിൽക്കുന്നു RV കുട്ടി ഹസൻ ദാരിമി. എല്ലാം കഴിഞ്ഞ് എല്ലാ ഉന്മേഷത്തോടും കൂടി ആ മക്കാമിലേക്ക് നടന്നു നീങ്ങി തിരിച്ചു വളരെ ക്ഷീണത്തോടെയാണ് ശംസുൽ ഉലമ പിന്നെ വന്ന കാറിൽ കയറിയത്. തിരിച്ച് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ തന്റെ 612-ാം റൂമിലേക്ക് ശംസുൽ ഉലമ അങ്ങ് കയറി വരുന്നതോടുകൂടി ആ ശരീരം വിറകൊള്ളാൻ തുടങ്ങുകയാണ്. ചുറ്റും കൂടി നിന്നവരൊക്കെ ശൈഖുന ആ കട്ടിലിലേക്ക് കിടക്കേണ്ട താമസം പരിശുദ്ധമായ ഖുർആനിന്റെ വചനധാരകളിലൂടെ തീർത്ഥാടനം നടത്താൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം. പരിശുദ്ധ ഖുർആന്റെ ആ അമരധ്വനി മുഴങ്ങി കേൾക്കുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തിന്റെ പര്യവസാനമാണ് വഇലൈഹി തുർജഊൻ. എല്ലാവരുടെ കണ്ടങ്ങളിൽ നിന്നും ആ ശബ്ദം അങ്ങോട്ട് പുറപ്പെടേണ്ട താമസം അങ്ങകലെ പള്ളി മിനാരങ്ങളിൽ നിന്നതാ മുഴങ്ങി കേൾക്കുന്നു സുബഹി ബാങ്കിന്റെ മനോഹരമായ ശബ്ദം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ റൂമിനെ പ്രകമ്പനം കൊള്ളിക്കുമാറ് ആ ശബ്ദമാധുര്യമങ്ങ് പ്രവാഹമായി ഒഴുകിയെത്തിയപ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അതിന് പ്രത്യുത്തരം കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വീണ്ടും അതാ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നു അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ വാക്കുകൂടി കേട്ടതോടെ ശംസുൽ ഉലമയുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. നാഥാ, ഒന്നെണീറ്റ് നിന്റെ മുമ്പിലേക്ക് നമ്രശിരസ്കനാകാൻ എന്റെ ശരീരം എന്നെ അനുവദിക്കുന്നില്ലല്ലോ അല്ലാഹ്. ആ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അങ്ങോട്ട് പര്യവസാനിക്കുമ്പോഴാണ് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നു അതാ അവസാനത്തെ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്ക് കേട്ടതോടുകൂടി കണ്ണുനീരൊലിപ്പിച്ച് ശംസുൽ ഉലമ തന്റെ അവസാന വാക്ക് കൂട്ടിച്ചേർത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലയാള മണ്ണിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു. കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു.